തിങ്കൾ തേരേറെ വനപ്പൂവിൻ തേൻ തേടി തേടിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകൂടിൽ നിന്നും കൊണ്ട കാത്തോളം നിന്നും മിണ്ടാരെന്തേ നീ പോകുന്നേ. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്ന് PG വ്ളോഗോ അല്ല, യൂണിവേഴ്സിറ്റി വ്ളോഗോ അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്, ഒരു ഔട്ടിങ് വ്ളോഗാണ്. ഞങ്ങളിന്ന് ചേർച്ച് സ്ട്രീറ്റിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പം ഞാനും ആയിഷയും പൊന്നും KPയും കൂടെയാണ് ചേർച്ച് സ്ട്രീറ്റ് പോകുന്നത്. അപ്പം ഞങ്ങൾ മെയിൻലി പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ നമ്മൾ കുറേ ആയി എവിടെയെങ്കിലൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഭാരതിയിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് ഇത് തന്നെയാണ്. മേ ബി ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ഞങ്ങൾ സിറ്റിയിലോട്ട് പോയിട്ട് ഞങ്ങളതൊരു ബാംഗ്ലൂർ അർബനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചേർച്ച് സ്ട്രീറ്റൊക്കെ പോകാനായിട്ടൊരു 45 മിനിറ്റ്സ് ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നോർമലി 2 വീലറിലാണെങ്കിൽ അത്രയൊന്നും വരത്തില്ല, ബട്ട് ബസ്സിലാകുമ്പം ലേറ്റ് ആവും. സോ നമ്മളങ്ങനെ പോവാറില്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറുള്ളൂ. ബട്ട് ഇന്ന് ഞങ്ങൾ വിചാരിച്ച് പോകാമെന്ന്. കാരണം കുറേ ആയി ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ചൊരിടത്തും പോവാറും ഇല്ല, ഞങ്ങൾ മാത്രമായിട്ടും പോവാറില്ല. സോ അങ്ങനെ ഇന്ന് ഞങ്ങൾ ചേർച്ച് സ്ട്രീറ്റ് പോവാണ്. സോ ബാക്കി പോയിട്ട് കാണാം. അങ്ങനെ ഞാൻ നേരെ റെഡി ആയിട്ട് ഐഷൻ്റെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ പൊന്നും KPയും അവിടെ നിന്ന് ഞങ്ങളുടെ PGൻ്റെ ഫ്രണ്ടിൽ വരും. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഊബർ എടുത്ത് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് വെച്ചാൽ ബസ്സിലാണ് പോകുന്നതെന്നാണ് കേട്ടോ. ഞാൻ താഴെ പോയിട്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മൾ ഊബറിലാണ് പോകാൻ പ്ലാൻ ചെയ്തതെന്നുള്ളത്. സോ ഞങ്ങൾ ഊബറിലാണ് ഗൈസ് പോകുന്നത്. ഞങ്ങൾ ഇതിലല്ല പോകുന്നത്, ബസ്സിലല്ല, ഊബറിലാണ് ഗൈസ് പോകുന്നത്. ഊബർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഊബർ എടുക്കാനുള്ള മെയിൻ റീസൺ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ നല്ല ലേറ്റ് ആയിട്ടുണ്ടായി. നല്ല ലേറ്റ് മീൻസ് ഒരു 3:30 ഒക്കെ ആയി. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങ് എത്തുമ്പോൾ എന്തായാലും ഒരു 5:30 ആവും. ബാംഗ്ലൂരിലെ ട്രാഫിക് അങ്ങനെയാണ്. അപ്പം പൊന്നു ഇങ്ങനെ പറയാൻ കേട്ടോ, എല്ലാവരും വ്ളോഗ് എടുക്കാനായിട്ട് ഇങ്ങനെ ഫോണും സൈഡ് വെച്ചിട്ടാണ് ലാൻഡ്സ്കേപ്പ് മോഡലാക്കിയിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായി കേട്ടോ. അപ്പം ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ഇവിടെ PG റോഡിലൊക്കെ ഫുള്ള് വർക്ക് നടക്കുന്നു, കൺസ്ട്രക്ഷൻ്റെ. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട്. അപ്പം ബാംഗ്ലൂരിലെ ട്രാഫിക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ട്രാഫിക്കാണ്. ഇവിടെ നിന്ന് കുറച്ച് പോകണമെങ്കിലും നല്ല രീതിക്ക് ടൈം എടുക്കും. മേ ബി ഒരു 10 മിനിറ്റ്സ് പോകാനുള്ള ദൂരമാണെങ്കിൽ ഒരു 30 മിനിറ്റ്സിൽ ഞങ്ങൾ എത്തത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കാറ് വന്നു. അപ്പം ആ ചേട്ടൻ ഒരു മലയാളിയായിരുന്നു കേട്ടോ, നമ്മുടെ ഊബർ ഡ്രൈവർ. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാ മലയാളം സോങ്സിൻ്റെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് വൈബ് അടിച്ചാണ് നമ്മൾ പോയിട്ടുണ്ടായത്. അതിന് മുന്നേ ഇന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഇന്നത്തെ ക്ലൗഡ്സ് ആണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അടിപൊളി ക്ലൗഡ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുള്ള എല്ലാ പാട്ടുകളും ഇട്ടിട്ട് നമ്മൾ നല്ല വൈബായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഈ പാട്ട് മാത്രമല്ല, ഒരുപാട് പാട്ട് ഇട്ടിട്ടുണ്ടായി. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള സ്കൈ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ കണ്ടോ നല്ല ട്രാഫിക് ഉണ്ട്. ഇത് ഇങ്ങനെ നിന്നിട്ടുള്ള പ്ലസൻറ്റ് വെതർ ടക്കെന്ന് സ്വിച്ച് ഇട്ട പോലെ മാറിയിട്ടത് ഇങ്ങനെ ആയിട്ടുണ്ടായിട്ടോ. നല്ല മഴയായിരുന്നു, പ്രത്യേകിച്ച് ഞങ്ങൾ ഇറങ്ങാൻ പോയൊരു ടൈമിൽ. പിന്നെ ഞങ്ങൾ ആ ഡ്രൈവർ ചേട്ടൻ ഒന്ന് സൈഡിലോട്ട് നിർത്തി തന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് നനഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഐഷേനെ കളിയാക്കുകയാണ്, ഞാൻ എന്ത് സംഭവിച്ചാലും ഇങ്ങനെ നടക്കുള്ളൂ എന്നുള്ള മട്ടിലാണ് ഐഷ നടന്നിട്ടുണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ആ ഒരു താഴെ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ടും വെയിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, ഇതിപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിട്ട് എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കാരണം പൊന്നുൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ ആഫ്റ്റർ ഒരു 3 ഇയേഴ്സ് കാണുവാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ അവരെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഒന്ന് മൊമോസ് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് നടന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ വന്നു വീണ്ടും. പിന്നെ ഞങ്ങൾക്ക് കയറി നിൽക്കുന്ന സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടിയിൽ നിന്നപ്പോൾ എന്താ നിങ്ങൾ വെച്ചാൽ എന്നാൽ ഒരു മൊമോസും കൂടെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഒരു പ്ലേറ്റ് മൊമോസ് മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഷെയർ ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇറ്റ് വാസ് വെരി ടേസ്റ്റി, നല്ല ടേസ്റ്റുള്ള മൊമോസ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പൊന്നു ഐഷേൻ്റെ തട്ടെടുത്തിട്ടേക്കാണ്. കാരണം പൊന്നുവിൻ്റെ മുടി അവൾ നാനോപ്ലാസ്റ്റ് ചെയ്തിട്ട് മുടി നനയ്ക്കാൻ പാടില്ല. അപ്പോൾ അവൾ അതിട്ടിട്ട് എന്നിട്ട് മൊത്തം നനഞ്ഞു, അത് വേറെ കാര്യം. എന്നാലും അവൾ മാക്സിമം നനയാണ്ടിരിക്കാൻ നോക്കിയിട്ടുണ്ടായി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ഒരു ഈ മിനിസോൻ്റെ പോലത്തെ വേറൊരു ഷോപ്പാണ്, പേര് ഞാൻ മറന്നു പോയിട്ടുണ്ടായി. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റഫ്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അതുകൊണ്ട് അവർ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് പൊന്നിൻ്റെ ഫ്രണ്ട്, അനഘ എന്നാണ് പേര്. അപ്പോൾ അവരൊരു 3 ഇയേഴ്സിന് ശേഷമാണ് കേട്ടോ കാണുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ കുളിച്ചൊരവസ്ഥയായി.
രാത്രിയായി, നല്ല മുടിയൊക്കെ അഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്ന് മൊത്തം കുളിച്ച മട്ടായിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ ഒരു ഹാർട്ട് തന്നെയാണ്. അത്രമാത്രം അതിനകത്ത് കാണാനും ഒക്കെ ഉണ്ട്. ഈവനിങ് ആണ് കുറച്ചുകൂടെ വൈബ് കേട്ടോ. ഞങ്ങൾ കുളിച്ചു, ഞങ്ങൾ പോയിട്ട് കുളിക്കാന്നാണ് വിചാരിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അഡിഡാസിൽ മിനിസോയും കണ്ടുപോകുന്നല്ലേ ആയിഷ? മൈൻഡ് പൈസ ഇല്ലാത്തതിനാൽ നമ്മളെവിടെയും കയറാത്തതാണ്. അപ്പം ഞങ്ങൾ മെയിനായിട്ടും വേറെ ഷോപ്പിലായിട്ടൊന്നും കയറിയിട്ടില്ല. ഇതുപോലത്തെ ക്യൂട്ട് സ്റ്റഫ്സ് കിട്ടുന്ന ഷോപ്പിലും പിന്നെ കമ്മൽ മേടിക്കാനും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതുപോലത്തെ വേറൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ അങ്ങോട്ട് എടുക്കാനും തോന്നും. നമുക്ക് അറിയാം അത് അത്ര ഉപയോഗമുള്ള കാര്യമല്ല, അത്ര യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാലും എടുക്കാനുള്ളൊരു ടെൻഡൻസി തോന്നും. കാരണം അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഷോപ്സിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ആ ഒരു സൈഡ് ഫുള്ള് നല്ല ക്യൂട്ടായിട്ടുള്ള ഡോൾസും ചെറിയ ചെറിയ ടോയ്സും ഒക്കെ ആയിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നിന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്തു. അത്ര തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കെപിയും പൊന്നും ആയിഷയും ഇതുപോലത്തെ ബാത്ത് സ്ക്രബ് ലൂഫ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ ബാത്ത് സ്ക്രബ് നല്ല ക്യൂട്ടായിട്ടുള്ളത് കണ്ടപ്പം ഓരോന്ന് അവർ മേടിച്ചിട്ട്, ഒരാൾ വാട്ടർമെലോൺ മേടിച്ചിട്ടുണ്ടായി, വേറൊരാൾ റെയിൻബോ മേടിച്ചു, ആയിഷ വന്നിട്ട് പൈനാപ്പിൾ മേടിച്ചു കേട്ടോ. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള കുളിക്കാൻ ഉള്ള സ്ക്രബാണ് കേട്ടോ. അപ്പോൾ അവരിനി കുളിക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അത് ബില്ലടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് മാത്രമേ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ സമയത്ത് ഞങ്ങൾ അവിടെ കുറേ സാധനങ്ങളുണ്ട്, ബുക്സും ഡയറിയും പെന്നും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങുവാണ്. ഞങ്ങൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴത്തേക്കും ഒരു ഈവനിങ് ആയി, ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടായി. ആ ഒരു ക്ലൈമറ്റ്, ആ ഒരു ലൈറ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 6:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എല്ലാ ഷോപ്സും ഓപ്പൺ ആക്കിയത്. കാരണം മഴയുമായിരുന്നു ആ സമയം. അപ്പോൾ മഴയും മാറി ലൈറ്റൊക്കെ ഇട്ട് അപ്പോഴാണ് ഒരു വൈബായത്. പാട്ട് കേട്ട് ഒരുപാട് നേരം അവിടെ നിന്നോട്ടെ. കാരണം നല്ല രസമുണ്ടായിരുന്നു ആ കുട്ടി പാടുന്ന കേൾക്കാനായിട്ട്. ഇംഗ്ലീഷും ഹിന്ദിയും 2 ലാംഗ്വേജിലുള്ള പാട്ടും പാടിയിട്ടുണ്ടായി. നല്ല വോയിസുമാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കപ്പലണ്ടി കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ പൊന്നുവിൻ്റെ 2 ഫ്രണ്ട്സും തിരികെ പോവാണ്. കാരണം അവർ ഹോസ്റ്റലിലാണ്. അവർക്ക് ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും എത്തണം എന്ന് പറഞ്ഞിട്ട് അവർ 7:30, എന്നിട്ട് അവരെ വിളിച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. ഒരു 8 ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ പോവാണ്. അപ്പം അവർ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എവിടെ ഷോപ്പിൽ പോകുന്നു. അതിനിടയ്ക്ക് ഐഷ ഫ്ലവർ മേടിച്ചിട്ടുണ്ടായി. ഐഷയ്ക്ക് ഫ്ലവർ കണ്ട ഭയങ്കരമായിട്ടുള്ള വാങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പാരഗൺ റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ ഇന്ന് KPയുടെ ട്രീറ്റാണ്. കാരണം KPയുടെ ബർത്ത്ഡേ ഫെബ്രുവരി കഴിഞ്ഞിട്ട് അവൾ ട്രീറ്റ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് കൊണ്ടുപോയി ട്രീറ്റൊക്കെ തരാമെന്ന് പറഞ്ഞാൽ അവൾ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചിട്ടുണ്ടായത്. അപ്പം അടിപൊളി ആംബിയൻസ് ആണ് പാരഗണിൽ. അപ്പോൾ പാരഗൺ ഒരുപാട് പേർക്ക് അറിയായിട്ടുള്ള ഷോപ്പാണ്. എല്ലാ നാട്ടിലായാലും കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട് അവർക്ക്. എനിക്ക് ട്രിവാൻഡ്രത്തും അറിയാം എന്തായാലും, ആയിഷോറിനും കാലിക്കട്ടും ഉണ്ട്, പിന്നെ പാലക്കാടും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്കൻ ബിരിയാണി വന്നു. അപ്പോൾ ഞങ്ങൾ 2 ഫുള്ളും 1 ഹാഫും ചിക്കൻ ബിരിയാണി പറഞ്ഞു കേട്ടോ. പക്ഷെ അത് തന്നെ നമുക്ക് ഭയങ്കര കറക്റ്റായിരുന്നു. ആ 2.5 ബിരിയാണി ഞങ്ങൾ കഴിക്കത്തുള്ളൂ. ഞങ്ങൾ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല, ആവശ്യത്തിന് കഴിക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ആ ഒരു ചട്നിയും സാലഡും ഒക്കെ, പപ്പടം വരെയും ടേസ്റ്റായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വാഷ്റൂമിൽ പോയി. കാരണം ഞങ്ങൾക്ക് തിരിച്ച് പോകണം. ഞങ്ങൾക്ക് ഇനി ഒരു ഒറ്റ കറക്കം കൂടെ കറങ്ങിയിട്ട് നേരെ തിരിച്ച് PGയിലോട്ട് പോകാനുള്ള ഒരു ഇത് തന്നെയാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. ഞാൻ നേരെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോഴാണ് ആ ഒരു അടിപൊളിയായിട്ട് ചർച്ച് സ്ട്രീറ്റിൻ്റെ ആ ഒരു പോർഷൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്ന ഒരു പോർഷൻ കണ്ടത്. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു കേട്ടോ. ഊബർ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഊബർ കിട്ടാൻ കുറച്ച് താമസമാണ്. കാരണം ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ. അപ്പം ഈ ഒരു കമ്മൽ ഞാൻ മേടിച്ചിട്ടുണ്ടായി. ബാക്കി അവരും 2 കമ്മൽ വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊബറിനെ വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ ഊബർ ചേട്ടൻ വന്നു. ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇനി ഒരു 1 hour ട്രാവലാണ് ഉള്ളത് കേട്ടോ. ഞങ്ങൾ 2 വീലറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും എടുക്കത്തില്ല. ഒരു 30 മിനിറ്റ്സിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങളൊരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്കും 10:30ക്ക് മുന്നേ ഞങ്ങൾ PGയിൽ എത്തിയിട്ടുണ്ടായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.